പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമിൻ്റെ ഫ്രണ്ട്സ് വിക്രമിനെ കാണാൻ വരുന്നു. കയ്യിലൊരു ബോട്ടിലുണ്ട്, അത് വിക്രമിന് കൊടുക്കുന്നുണ്ട്. വിക്രം ഇതെന്താണെന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ വിക്രമിൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഇത് മദ്യമാണ്, ഇത് നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ, പക്ഷേ വേദ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് ജ്യൂസിൻ്റെ ബോട്ടിലാക്കി കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഏയ് എനിക്കിതൊന്നും വേണ്ട, ഞാൻ മദ്യപിക്കാറില്ല, ഇനി ഒരിക്കലും മദ്യപിക്കില്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെ ഒരാൾക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, ഇതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് വിക്രം നിരസിക്കുന്നുണ്ട്. എന്നാൽ വിക്രമിൻ്റെ ഫ്രണ്ട്സിനത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താ വിക്രം നീ പറയുന്നത്? നീ മദ്യപിക്കില്ലെന്നോ? നീ കള്ളം പറയണ്ട. എന്തായാലും ഞങ്ങളുടെ മുന്നിൽ വെച്ച് മദ്യപിക്കാൻ നിനക്ക് വിഷമമുണ്ടെങ്കിൽ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ബോട്ടിൽ അവിടെ വെക്കാൻ നേരം പെട്ടെന്ന് ഡോർ തുറന്ന് വേദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വേദയെ മറച്ചു പിടിക്കാനായി, ഈ ബോട്ടിൽ മറച്ചു പിടിക്കാനായി അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. കയ്യിലുള്ള ബോട്ടിൽ പെട്ടെന്ന് വേദ കാണുന്നുണ്ട്. വേദ അവരുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നുണ്ട്, എന്താ കയ്യിൽ, നിങ്ങൾ എപ്പോൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇതല്പം ജ്യൂസാണ് മാഡം, വിക്രമിന് കൊണ്ടുവന്നതാ, അതിനെന്താ, നിങ്ങളത് അകത്തേക്ക് വെച്ചോളൂ എന്ന് വേദ പറയുന്നുണ്ട്. ഉടനെ തന്നെ വിക്രമിൻ്റെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. കയ്യിലിരിക്കുന്നത് മദ്യമാണെന്ന് അവർക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ, വേദയ്ക്ക് അത് അറിയില്ലല്ലോ. ഇനി വേദ ഇത് കണ്ടുപിടിച്ചാലോ എന്നുള്ള പേടി കൊണ്ട് പെട്ടെന്ന് അവർ പോവാനായി ശ്രമിക്കുകയാണ്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്തായി പോകുന്നത്, വിക്രമിന് ആ ജ്യൂസ് കൊണ്ടുവന്നത് കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ ഉണ്ട് മാഡം, ഉണ്ട്, ഞങ്ങളത് മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അകത്ത് കയറി ടേബിളിൽ ബോട്ടിൽ വെക്കുകയാണ്. അതിനുശേഷം വിക്രമിനോട് പതിയെ പറയുന്നുണ്ട്, വിക്രം വേദ കാണാതെ നീ അത് കഴിച്ചോളണം കേട്ടോ, ഞങ്ങളത് നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം വിക്രം ഒരു പാൻ്റ് എടുത്തുകൊണ്ട് റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. ഇത് കണ്ട് വേദ ചോദിക്കുന്നുണ്ട്, അല്ല നീ എങ്ങോട്ടേക്കാ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് കയറി വന്നത്? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെ, എനിക്കും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉണ്ട്, നിന്നെപ്പോലെ തന്നെയാണ്, എനിക്കറിയാം ഡ്രസ്സ് ചെയ്യേണ്ടത് എവിടെയാണ്, ഞാൻ ഡ്രസ്സിംഗ് റൂമിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ വേദ അവിടെ ബെഡിലിരിക്കുകയാണ്. അപ്പോഴാണ് ടേബിളിലിരിക്കുന്ന ആ ബോട്ടിൽ വേദ കാണുന്നത്. പതിയെ ആ ബോട്ടിൽ എടുത്ത് നോക്കുന്നുണ്ട്. ഇത് ജ്യൂസാണെന്നാണല്ലോ പറയുന്നത്, എന്ത് ജ്യൂസായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ബോട്ടിലിൻ്റെ അടപ്പ് തുറന്നു നോക്കുന്നുണ്ട്. ഫ്രണ്ട്സ് കൊണ്ടുവന്നതല്ലേ, നല്ല ജ്യൂസായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വേദ കുടിക്കുകയാണ്. വേദയ്ക്ക് അതിൻ്റെ ടേസ്റ്റോ സ്മെല്ലോ അധികം പിടിക്കുന്നില്ല. എന്നാലും വേദ ചിന്തിക്കുന്നുണ്ട്, അല്ല ഇതിന് എന്താ ഒരു ചമർപ്പും ഒരു സ്മെല്ലുമൊക്കെ, ജ്യൂസിന് ഇങ്ങനെയൊക്കെ സ്മെല്ലുണ്ടാവോ എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേദ അറിയാതെ തന്നെ ആ ഒരു ബോട്ടിൽ ഫുള്ളും വേദ മദ്യം കുടിക്കുന്നുണ്ട്. വേദയ്ക്കാണെങ്കിൽ അത് മദ്യമാണെന്ന് തിരിച്ചറിയുന്നുമില്ല. കഴിച്ചു കഴിഞ്ഞതും വേദ അറിയാതെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ബെഡിലേക്ക് കാലുമാൽ കാലൊക്കെ കയറ്റി വെച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് ഡ്രസ്സിംഗ് റൂമിൽ നിന്നും വിക്രം ഇറങ്ങി വരുന്നത്. വിക്രമിനെ കണ്ടതും വേദ കുഴഞ്ഞ ഒരു സൗണ്ടോടു കൂടി, ഡാ എങ്ങോട്ടാടാ പോകുന്നത്, ഇങ്ങ് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. എന്നാൽ വേദയുടെ പതിവില്ലാത്ത ഈ സ്വരവും വാടാ എന്നുള്ള വിളിയൊക്കെ കേട്ട് വിക്രം ചുറ്റുപാടും നോക്കുന്നുണ്ട്. ഇവൾ ആരെയാണ് ഈ വാടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിക്രം ചുറ്റും നോക്കുന്നത്. ഇത് കണ്ട് വിക്രമിനോട് വേദ പറയുന്നുണ്ട്, ഡാ നിന്നെ തന്നെ, എന്നെയോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ, അതെ നിന്നെ തന്നെ, കം ഹിയർ, ഇങ്ങ് വാടാ എന്ന് പറയുകയാണ് വേദ. എന്തു പറ്റി വേദയ്ക്ക് എന്ന് വിക്രം ചിന്തിക്കുമ്പോഴേക്കും താഴെ കിടക്കുന്ന കാലി ബോട്ടിൽ വിക്രം കാണുന്നുണ്ട്. ഇത് കണ്ടതും വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട്, ഇത് മുഴുവനും നീ കഴിച്ചോ? ആ കഴിച്ചു എന്ന് വേദയും പറയുന്നു. വിക്രം പെട്ടെന്ന് വേദയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. വേദേ, നീ സത്യമാണോ പറയുന്നത്, നീ അത് മുഴുവനും കുടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാൻ കുടിച്ചു, ഞാൻ മുഴുവനും കുടിച്ചു വിക്രം എന്ന് പറയുന്നു. പെട്ടെന്ന് വേദ, നീ വലിയ ഇവനാടാ, നീ ആരാടാ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് വിക്രമിൻ്റെ കോറിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഏയ് എന്താ ഇത് വേദ, പിടിവിട് എന്ന് പറഞ്ഞുകൊണ്ട് കൈ തട്ടി മാറ്റുവാണ്. പക്ഷേ വേദ സമ്മതിക്കുന്നില്ല. നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്, നീ ആരാ എന്ന് ചോദിച്ചുകൊണ്ട് വിക്രമിൻ്റെ പിറകെ ചെന്ന് വിക്രമിനെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട്. വിക്രം വേദയോട് പറയുന്നുണ്ട്, വേദ എന്താ നീ ചെയ്യുന്നത്, ദേ എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പോൾ നീ എന്ത് ചെയ്താലും അത് തെറ്റായിരിക്കും, ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവുകയുമില്ല, നീ കിടന്നുറങ്ങാൻ നോക്കെന്ന് പറയുന്നു. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, ഏയ് വേണ്ട, ഉറങ്ങാനോ, എനിക്ക് ഉറങ്ങാനുള്ള സമയമായിട്ടില്ല.
വീണ്ടും വേദ വിക്രമിനെ പിടിച്ച് തന്നോട് അടുപ്പിക്കുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ എന്തിനാടാ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്? ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, ദേ എന്തൊക്കെയാണ് വേദേ നീ ചോദിക്കുന്നത്? അത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമല്ലേ, ഇതൊക്കെയാണോ ഇപ്പോൾ ചോദിക്കുന്നത്? നീ അതൊക്കെ മറന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വേദയുടെ കൈകൾ വിടുവിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ വേദ മുറുകെ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്, പറയടാ പറ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിൻ്റെ തലക്കിട്ടടിക്കുകയാണ്. എന്നാൽ വിക്രമിനാണെങ്കിൽ ബോധമില്ലാതെ വേദ അടിക്കുന്നത് കൊണ്ടാവാം നന്നായി വേദനിക്കുന്നുണ്ട്. ഞാൻ ഒന്നും മറന്നിട്ടില്ലടാ, നീ എന്നോട് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, ഞാൻ ഒന്നും മറന്നിട്ടില്ല. ഞാൻ ഗർഭമായിരിക്കുന്ന സമയത്ത് രാത്രി നിന്നോട് ഞാൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് എനിക്ക് നീ വാങ്ങിച്ചു തന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വേദ വിക്രമിനെ വീണ്ടും അടിക്കുകയാണ്. എന്നാൽ വിക്രം പറയുന്നുണ്ട്, ദേ വേദ നീ ഇതൊക്കെ ഓർമ്മിച്ച് വെച്ചിരിക്കുകയാണോ? അന്ന് ഞാൻ നിന്നോട് പിണങ്ങിയിരിക്കുന്ന സമയമല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ വാങ്ങിച്ചു തരാതിരുന്നത് എന്ന് പറയുമ്പോഴേക്കും വേദ വീണ്ടും തലങ്ങും വിലങ്ങും വിക്രമിനെ ഇട്ട് അടിക്കുകയാണ്. വേദയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വിക്രം ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വേദയുടെ ഒരു അടി പോലും മിസ്സാവുന്നില്ല. അങ്ങനെ വേദ പെട്ടെന്ന് വിക്രം ഉടുത്തിരിക്കുന്ന മുണ്ടിൽ കയറി പിടിച്ച് വലിക്കുന്നുണ്ട്. ഉടനെ വിക്രം, ഏയ് വേദ വിട്, എൻ്റെ മുണ്ടിൽ പിടിച്ച് വലിക്കല്ലേ വേദ, വിട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടും പിടിച്ച് വലിക്കുകയാണ് വിക്രം. എന്നാൽ വേദ പറയുന്നുണ്ട്, ദേ എടാ അന്ന് നീ എനിക്ക് ബിരിയാണി കൊണ്ടുവന്ന് തന്നില്ലേ, എന്നിട്ട് അതിൽ ചിക്കൻ ഇല്ലായിരുന്നല്ലോ, എന്നിട്ട് നീ എന്താ എന്നോട് പറഞ്ഞത് ഇത് ചിക്കൻലെസ് ബിരിയാണിയാണെന്ന്? അതെന്നോട് കള്ളം പറഞ്ഞതല്ലേടാ എന്നിങ്ങനെ വേദ ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് ബിരിയാണി ആയിരുന്നില്ല വേദേ, വേറൊരു റൈസ് ആയിരുന്നു. നിനക്ക് ബിരിയാണിയല്ലേ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അതാണെന്ന് പറഞ്ഞ് നിന്നെ കൊണ്ട് കഴിപ്പിച്ചത്. ചെറിയൊരു കള്ളമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ നീ എന്നോട് കള്ളം പറഞ്ഞില്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കുന്നു. അങ്ങനെ വിക്രമിനെ ഒരുപാട് അടി കിട്ടുന്നുണ്ട്. വേദയാണെങ്കിൽ പഴയ കാര്യങ്ങളാണ്, അവർ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കാലത്തെ ഓരോരോ സംഭവങ്ങളും പറഞ്ഞുകൊണ്ടാണ് വിക്രമിനായിട്ട് അടിക്കുന്നത്. അങ്ങനെ അല്പസമയം വിക്രമുമായി തല്ലുകൂടിയതിന് ശേഷം പെട്ടെന്ന് വേദ അങ്ങ് ബോധം കെട്ട് വിക്രമിൻ്റെ ദേഹത്തേക്ക് വീഴുവാണ്. അത് കണ്ടതും വിക്രമിന് ആകെ വിഷമം തോന്നുന്നുണ്ട്. വേദ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വേദയെ താങ്ങി പിടിച്ച് ബെഡിൽ കൊണ്ടു ചെന്ന് കിടത്തുന്നുണ്ട്. അങ്ങനെ പില്ലോ എല്ലാം തലയ്ക്ക് വെച്ച് കൊടുത്തതിന് ശേഷം വേദയുടെ ഡ്രസ്സെല്ലാം നേരെയാക്കി വിക്രം വേദയ്ക്കൊരു പുതപ്പിച്ച് നേരവണ്ണം കിടത്തുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ വേദ എഴുന്നേൽക്കുകയാണ്. എന്നാൽ വേദയ്ക്ക് കണ്ണ് തുറക്കുമ്പോൾ തന്നെ ആകെ ഒരു തലയ്ക്കെന്തോ ഭാരം പോലെയൊക്കെ തോന്നുവാണ്. എന്തു പറ്റി എനിക്കെന്ന് വേദ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നങ്ങ് എഴുന്നേൽക്കുവാണ്. അപ്പോഴാണ് വിക്രം ഇരിക്കുന്നത് കാണുന്നത്. നീ എന്താടാ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഓ ഞാൻ നീ എഴുന്നേൽക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, നീ എണീറ്റോ? നീ എന്തൊക്കെയാ ഇന്നലെ കാണിച്ചു വെച്ചത്, നീ എന്താ ചെയ്തതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എനിക്കൊന്നും ഓർമ്മയില്ല, എന്താ ഇന്നലെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഇന്നാലെ സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു എന്ന് പറയുന്നു. ഇത് കേട്ടതും വേദയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. നീ ആവശ്യമില്ലാത്തതൊന്നും പറയരുത്, വെറുതെ പറയല്ലേ, എന്താ ഇന്നലെ സംഭവിച്ചതെന്ന് വീണ്ടും വേദ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് പറയുമ്പോൾ വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. വേദ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ വീസ് എടുത്ത് വിക്രമിന് നേരെ എറിയുന്നുണ്ട്. വിക്രം അവിടെ നിന്നും ഓടി മറയുന്നു. അപ്പോൾ തന്നെ വേദയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. അയ്യോ ദൈവമേ, എന്താ ഇന്നലെ സംഭവിച്ചത്, എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വേദ ആകെ ടെൻഷനായിട്ട് ബെഡിൽ വന്നിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞതും വിക്രം വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. വേദയോട് സമാധാനത്തോടെ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വേദ, നീ ആകെ ടെൻഷനായോ, എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വേദ വിക്രമിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. ഉടനെ വിക്രം പറയുന്നുണ്ട്, നീ ടെൻഷൻ ആവണ്ട, ഇന്നലെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്നലെ നീ എന്താ ചെയ്തതെന്ന് അറിയാവോ, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മദ്യപിച്ചതും അതിനുശേഷം അവനെ ഇട്ട് തല്ലിയതും അതിനുശേഷം പെട്ടെന്ന് അങ്ങ് ബോധം കെട്ട് വീണതും എല്ലാം വിക്രം ഓരോന്നോരോന്നായി വേദയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് ഇന്നലെ സംഭവിച്ചത്, നീ ആകെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇന്ന് രാവിലെ എഴുന്നേൽറ്റപാടെ തന്നെ എന്നെ ആകെ ടെൻഷൻ എടുപ്പിച്ചിട്ട് ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട എന്ന് നീ തന്നെയാണോ പറയുന്നത് എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇന്നലെ പലതും സംഭവിക്കേണ്ടതായിരുന്നു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അത് ഞാൻ നല്ലവനായതുകൊണ്ട് മാത്രമാണ്. നിന്നെ ഞാനൊരു കുഞ്ഞിനെ പോലെയാണ് സംരക്ഷിച്ചത്. ഞാൻ പെൺകുട്ടികളോട് മര്യാദയ്ക്ക് പെരുമാറുന്നവനായതുകൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. ഉടനെ വേദ വിക്രമിനെ നോക്കുകയാണ്. ശരി, നീ പല്ല് തേച്ചിട്ട് വാ, നിനക്ക് ഞാൻ കാപ്പി എടുത്തോണ്ട് വരാമെന്ന് വിക്രം പറയുന്നു.
ഈ സമയം കൺമണി ഒരു ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട്. അച്ഛാ, അതാ ഒരു ഫോൺ റിങ് ചെയ്യുന്നത് കേൾക്കുന്നുണ്ട്, ആരാണെന്ന് നോക്കൂ എന്ന് പറയുകയാണ്. ഉടനെ തന്നെ അച്ഛൻ നോക്കുന്ന സമയത്ത് അത് രാജേട്ടൻ്റെ ഫോണായിരിക്കും. ഇത് രാജൻ്റെ ഫോണാണല്ലോ, വിക്രമാണ് വിളിക്കുന്നത്, അവൻ എവിടെ പോയി എന്ന് ചോദിക്കുന്നു. അദ്ദേഹം പുറത്തേക്ക് പോയിരിക്കുകയാണ്. കോൾ ഞാൻ അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി ചെന്ന് കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. പക്ഷേ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കൺമണി. എന്നാൽ വിക്രം വിചാരിക്കുന്നത് രാജേട്ടൻ തന്നെയാണ് ഫോൺ എടുത്തിരിക്കുന്നതെന്നാണ്. രാജേട്ടനാണെന്ന് വിചാരിച്ച് വിക്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജേട്ടാ, ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് രാജേട്ടൻ അറിയാമോ? നമ്മുടെ വേദയുണ്ടല്ലോ, ഇവിടെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിക്രം വേദിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കൺമണിയും കൺമണിയുടെ അച്ഛനും കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് വിക്രം ഹലോ ഹലോ എന്താ രാജേട്ടാ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുന്നു. അപ്പോഴും കൺമണി ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. ഇത് കേട്ടതും വിക്രം വിചാരിക്കുന്നുണ്ട്, അയ്യോ ഫോണിന് എന്ത് പ്രശ്നമുണ്ടല്ലോ, റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഉടനെ തന്നെ കൺമണി അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ, ഇദ്ദേഹം എത്ര വലിയ കള്ളനാണെന്ന് നോക്ക്. നമ്മളോട് പറഞ്ഞു നാട്ടിലേക്ക് ഉത്സവത്തിന് പോവുകയാണെന്ന്, എന്നിട്ട് വേദയോടൊപ്പമാണ് പോകുന്നതെന്ന് നമ്മളോട് പറഞ്ഞു. ഇല്ലല്ലോ, നമ്മളോട് മറച്ചു വെച്ചു. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ വിക്രമിൻ്റെ നാട്ടിലേക്ക് പോകുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയണം. അവരുടെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ അത് കുളമാക്കാനുള്ള വിധിയും എനിക്കറിയാം. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും കൺമണി വിക്രമിൻ്റെ മുത്തശ്ശിയുടെ നാട്ടിലേക്ക് പുറപ്പെടുന്നു. ഇങ്ങനെ അമ്പലത്തിലെ ഉത്സവത്തിനായി വിക്രമും കുടുംബവും അവിടെ എത്തുന്നുണ്ട്. അങ്ങോട്ടേക്ക് കൺമണിയും കറക്റ്റ് ടൈമിൽ തന്നെ എത്തുവാണ്. കൺമണിയെ കണ്ട് കമലാമ്മയും നന്ദിനിയും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കൺമണിയാണെങ്കിൽ കമലാമ്മയെ കണ്ടതും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവളെ കൺമണി, നീ എങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തിയെന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും കൺമണി പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ ഉത്സവമൊന്നും കണ്ടിട്ടില്ലല്ലോ അമ്മേ, അതുകൊണ്ട് നിങ്ങൾ ഇവിടേക്ക് വന്നു എന്നറിഞ്ഞതും നിങ്ങളോടൊപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടതാണ്. അതിനെന്താ മോളെ, ഉത്സവമൊക്കെ കണ്ടിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് കമലാമ്മയും പറയുന്നുണ്ട്. അപ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട്, അല്ല വിക്രം എവിടെ? വിക്രമിനെ കണ്ടില്ലല്ലോ. ഉടനെ വിനയൻ പറയുന്നുണ്ട്, അവൻ ഇവിടെയല്ല, കുറച്ചപ്പുറത്തൊരു വീട്ടിലാണ് അവൻ താമസിക്കുന്നത്. എന്തായാലും ഉത്സവത്തിനായി അവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കൺമണി വിക്രമിൻ്റെ ശത്രുക്കളെ കൂട്ടുപിടിച്ച് ഈ ഉത്സവം ഇല്ലാതാക്കാൻ വേണ്ടി കുളമാക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ കൺമണി പറഞ്ഞതനുസരിച്ച് ആ ഗുണ്ടകൾ ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അങ്ങനെ വിക്രമിനെ അപമാനിക്കുകയാണ്. എടാ, നീ ആരടാ ഈ ഉത്സവത്തിൻ്റെ മുഖ്യ അതിഥിയായി വരാൻ? നീ ഒരാണാണോടാ? നീ ആണാണെങ്കിൽ ഇത്രയും വർഷമായില്ലടാ നീ വിവാഹം കഴിഞ്ഞിട്ട്, നിനക്കൊരു കുഞ്ഞെങ്കിലും ജനിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിക്രമിന് ആകെ സങ്കടാവുന്നുണ്ട്. വിക്രമിൻ്റെ കണ്ണുകളെല്ലാം നിറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടതും വേദയ്ക്ക് ദേഷ്യം വരുവാണ്. വിക്രമിൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തത് വേദയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. വേദ പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തെത്തി അവൻ്റെ കരണം പുകച്ചൊന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ആണാണോ എന്ന് ആരോടാണാടാ ചോദിക്കുന്നത്? വിക്രമിനോടോ? അവൻ്റെ ഭാര്യ ഞാനാണത് പറയേണ്ടത്, അല്ലാതെ നീയല്ല. നിന്റെ നാവിൽ നിന്നും ഇനി വിക്രമിനെ പറ്റി എന്തെങ്കിലും ഒരക്ഷരം വന്നാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കുമെന്ന് പറയുന്നു. പെട്ടെന്ന് ഇവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കാൻ നിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും ഓടിപ്പോകുന്നുണ്ട്. എന്നാൽ വേദ ഇങ്ങ് തിരിയുമ്പോഴേക്കും കമലാമ്മ വേദയുടെ അടുത്തെത്തുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്ത് അവകാശമാണ് എൻ്റെ മകനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? നീ നല്ലത് മാത്രമാണോ എൻ്റെ മകന് വേണ്ടി ചെയ്തത്? അല്ലല്ലോ, എൻ്റെ മകനെ നീ ദ്രോഹിച്ചില്ലേ? എൻ്റെ മകൻ്റെ കുഞ്ഞിനെ നീ വയറ്റിൽ തന്നെ വെച്ച് നശിപ്പിച്ചില്ലേ? അതുകൊണ്ടല്ലേ നാട്ടുകാരുടെ വായിൽ നിന്നും ഞങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത്. എൻ്റെ മകൻ്റെ ആ കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ ഞങ്ങളിങ്ങനെ അപമാനിതരായി നിൽക്കേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ നീ എന്താണ് ചെയ്തത്? അതിനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് എൻ്റെ മകന് വേണ്ടി നീ സംസാരിക്കുന്നു. എന്തിനാ നീ ഇങ്ങനെ അഭിനയിക്കുന്നത്? അവനോട് നിനക്ക് സ്നേഹമൊന്നുമില്ലല്ലോ, നീ നശിച്ചു പോവത്തേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് ആകെ പ്രശ്നമുണ്ടാക്കുകയാണ്. എന്നാൽ കമലാമ്മ ഈ പറയുന്നതൊന്നും നാട്ടുകാർ കേൾക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് നമ്മുടെ ശ്രീജയ്ക്കൊരു ബുദ്ധി തോന്നുവാണ്. അവിടെ ഉണ്ടായിരുന്ന പടക്കത്തിന് വേദ ഒരു ശ്രീജ ഒരു തിരി കൊളുത്തുവാണ്. അങ്ങനെ പടക്കം അങ്ങനെ മാലപ്പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് നമ്മുടെ കമലാമ്മ വേദിയെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സൗണ്ടിൽ ആരും തന്നെ കമലാമ്മയും വേദിയും സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. പടക്കം പൊട്ടിക്കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രീജയും വിഷുവൊക്കെ ചേർന്ന് കമലാമ്മയെ അവിടെ നിന്നും അമ്പലത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്.
അങ്ങനെ വേദ പെട്ടെന്ന് തന്നെ അവിടുത്തെ ചടങ്ങുകളെല്ലാം തീർത്ത് അവിടെ നിന്നും പോകുന്നുണ്ട്. വിക്രമാണെങ്കിൽ അമ്പലത്തിന് പുറത്തെത്തിയതും വേദയെ കാണുന്നില്ല. പരിസരത്തെല്ലാം തിരയുന്നുണ്ട്. അങ്ങനെ കൺമണി പെട്ടെന്ന് വിക്രമിൻ്റെ അടുത്തേക്ക് വന്ന് ഹായ് വിക്രം എന്ന് പറയുന്നു. പെട്ടെന്ന് കൺമണിയെ കണ്ടപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ ഇവിടെ? ഉടനെ കൺമണി പറയുന്നുണ്ട്, അതെന്താ എനിക്കിവിടെ വന്നുകൂടെ? ഞാൻ ഉത്സവം കാണാൻ വേണ്ടി വന്നതാ. എവിടെ പോയാലും നീ എൻ്റെ പിറകെ ഇങ്ങനെ വന്നുകൊള്ളും, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായി എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞത് കൺമണിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അല്പസമയം കഴിഞ്ഞതും വേദ ബെഡിൽ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഡോറ് അകത്തു നിന്നും ലോക്ക് ചെയ്തിരിക്കുകയാണ്. വിക്രം പുറത്തു നിന്നും തട്ടുന്നുണ്ട്. വേദ പ്ലീസ് വേദ ഡോറ് തുറക്ക്, എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല, നീ പോ. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, പ്ലീസ് വേദ ഡോറ് തുറക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കണം, എനിക്ക് നിന്നോട് മാപ്പ് ചോദിക്കണം. ഞാൻ എന്തിന് നിന്നോട് പൊറുക്കണം? അതിൻ്റെ ആവശ്യമില്ല, നീ പോ എന്ന് വേദ പറയുമ്പോൾ പ്ലീസ് വേദ വാതിൽ തുറക്ക്, ഞാനല്ലേ പറയുന്നത്, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറയുകയാണ്. വീണ്ടും വിക്രം ഡോറിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഡോറ് തുറക്കാത്തത് കൊണ്ട് തന്നെ കൈകൾ കൊണ്ട് തള്ളുന്നുണ്ട്. അത് കണ്ടതും വേദ പെട്ടെന്ന് ഡോറിനടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ വിക്രം നീ എന്നെ ഇങ്ങനെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നത്? ഞാൻ നിന്നോട് പോ, എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് എത്ര വട്ടം പറഞ്ഞു, എന്നിട്ടും എൻ്റെ പിറകെ വന്ന് നീ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, എന്താ നിനക്ക് വേണ്ടത്? നീ പോ വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് കരയുവാണ്. അത് കേട്ടതും വേദയുടെ കരച്ചിൽ കേൾക്കുന്നതും വിക്രമിന് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. വിക്രം ഒരുപാട് വിഷമത്തോടെ ഡോറിൽ ചാരി നിന്നുകൊണ്ട് വേദയോട് പറയുന്നുണ്ട്, പ്ലീസ് വേദ നീ ക്ഷമിക്കണം, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി. എൻ്റെ അമ്മ നിന്നോട് ചെയ്തത് ഒട്ടും ശരിയായ കാര്യമല്ല, എനിക്കതറിയാം. നാട്ടുകാരുടെ മുന്നിൽ വെച്ചല്ലേ നിന്നെ അമ്മ അപമാനിച്ചത്. അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു, നീ ക്ഷമിക്കണം വേദേ. നീ ഇത് എത്ര തവണയാടാ എന്നോട് മാപ്പ് ചോദിക്കുന്നത്? ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് മാപ്പ് ചോദിച്ചാൽ എല്ലാമായോ? ഇല്ല, എന്തിനാടാ നീ ഇങ്ങനെ നാടകം കളിക്കുന്നതെന്ന് കരഞ്ഞുകൊണ്ട് വേദ ചോദിക്കുന്നുണ്ട്. ഇല്ല വേദ, ഞാൻ നാടകം കളിക്കുകയല്ല, സത്യമായിട്ടും ഞാനിതെൻ്റെ മനസ്സുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ സത്യമായിട്ടും നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. എൻ്റെ തെറ്റെനിക്ക് മനസ്സിലാവുന്നു, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു വേദ. എന്തിനാടാ നീ എൻ്റെ വഴിയെ ഇങ്ങനെ വരുന്നത്? എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് നിന്നോട് പോ എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ നീ എൻ്റെ വഴിയെ നീയും വന്നു. വേണ്ട, നീ പോ വിക്രം. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു വേദ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് പറഞ്ഞതും വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. പെട്ടെന്ന് വേദ അങ്ങ് ഡോറ് തുറക്കുകയാണ്. നീ എന്നെ ദ്രോഹിച്ചില്ലേടാ? നീ എല്ലാവരും എന്നോട് നിന്നെ വെറുക്കാൻ പറഞ്ഞിട്ടും ഞാൻ നിന്നെ വെറുത്തില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചില്ലേ, പൊന്നുപോലെ സ്നേഹിച്ചില്ലേടാ? നീ എന്നെ ദ്രോഹിച്ചില്ലേടാ? എല്ലാവരും പറഞ്ഞിട്ടും നിന്നെ ഞാൻ സ്നേഹിച്ചു. പക്ഷേ നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? നിന്റെ കുഞ്ഞിനെ ഞാൻ ഗർഭമായിരിക്കുന്ന സമയത്ത് നീ എന്നെ എട്ടേച്ച് പോയില്ലേ? ആർക്കോ വേണ്ടി നീ എനിക്ക് ത്യാഗം ചെയ്തു. എന്നെ വലിച്ചെറിഞ്ഞ് നീ ജയിലിലേക്ക് പോയി. എന്നിട്ട് നിന്നെ എന്ത് നേടി? ഒന്നും നേടിയില്ല. പക്ഷേ എൻ്റെ ജീവിതം ഇങ്ങനെ ആയില്ലേ? എല്ലാം ചെയ്തു വെച്ചിട്ട് നീ മാപ്പ് ചോദിക്കുന്നോ എന്ന് വേദ ചോദിക്കുമ്പോൾ വിക്രമിന് ഒന്നും മറുപടി പറയാൻ കഴിയുന്നില്ല. അല്പസമയം കഴിഞ്ഞതും വിക്രം പറയുന്നുണ്ട്, ശരിയാ നീ പറഞ്ഞത്, നിന്നോട് ഞാൻ തെറ്റ് ചെയ്തു, അത് ഞാൻ മറയ്ക്കുന്നില്ല. എന്ത് ചെയ്യാം വേദേ, എൻ്റെ സ്വഭാവം ഇങ്ങനെയായിപ്പോയി. വേദനിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് അവരെ സഹായിക്കണമെന്ന് തോന്നും. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ സംഭവിച്ചത്. ആ വ്യക്തിയെ ഞാൻ സഹായിച്ച് ഞാൻ ജയിലിലേക്ക് പോയി. പക്ഷേ അതിന് പകരമായി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിക്കാൻ പാടില്ല എന്ന് നീ പറയരുത്. എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഞാൻ നിന്നെ ഒഴിവാക്കി പോവാൻ പാടില്ലായിരുന്നു. അത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഗർഭിണിയായ നിന്നെ ഞാൻ ഉപേക്ഷിച്ചല്ലേ ഞാൻ പോയത്. പക്ഷേ നിന്നോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു. അതില്ലെന്ന് മാത്രം പറയരുത്, ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നത്. ഇതാ എന്നെ നീ എങ്ങനെ വേണമെങ്കിലും ദ്രോഹിച്ചോ, പക്ഷേ നീ ഇപ്പോൾ ചെയ്യുന്നത് നീ നിന്നെ തന്നെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണ്, ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് പാടില്ല. എന്നെ നീ എന്ത് ചെയ്താലും ഞാൻ സഹിക്കും. പക്ഷേ നീ നിന്നെ തന്നെ ഇങ്ങനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, എന്തിനാടാ നീ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഞാൻ എങ്ങനെ വേണമെങ്കിലും ജീവിക്കട്ടെ. നീ എന്തിനാ എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വന്നത്? നീ പോ, എനിക്ക് നിന്നെ കാണണ്ട.
പ്ലീസ് വേദ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എൻ്റെ അമ്മയെ നീ വെറുക്കരുത്. അമ്മ നിന്നോട് എന്തോ അങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, ആദ്യമായിട്ടല്ല നിൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. ഞാനല്ല അമ്മയെ വെറുത്തത്, അമ്മ എന്നെയാണ് വെറുത്തത്. ഇതാദ്യമായൊന്നല്ല അവരെന്നോട് ഇങ്ങനെ മോശമായി പെരുമാറുന്നത്. ഞാനൊരു കളക്ടറാണെന്ന് പോലും നോക്കാതെ അവരെന്നെ പൊതുനിരത്തിൽ വെച്ച് അപമാനിക്കുന്നു. പക്ഷേ എനിക്കവരോട് തിരിച്ചൊന്നും പറയാൻ കഴിയാഞ്ഞിട്ടല്ല. എനിക്കവരോട് ചോദിക്കാമായിരുന്നു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരു റൗഡിയായ പയ്യനെ വളർത്തി വെച്ചത്, പ്രസവിച്ചതെന്ന് എനിക്കവരോട് ചോദിക്കാം. പക്ഷേ ഞാൻ അത് ചോദിക്കത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? എൻ്റെ മര്യാദ, എനിക്ക് അമ്മയോടുള്ള സ്നേഹം. ദയവ് ചെയ്ത് നീ എന്നെ വിട്ടുപോ. എനിക്ക് നിന്നെ കാണണ്ട. നിന്നെ കാണുമ്പോഴെല്ലാം നീ എന്നെ ദ്രോഹിച്ച പഴയ കാര്യങ്ങളെല്ലാം എൻ്റെ കൺകളിൽ, എൻ്റെ മനസ്സിലിങ്ങനെ ഓർമ്മ വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് പ്ലീസ് എന്ന് പറഞ്ഞ് കൈതൊഴുകയാണ് വേദ. ഇത് കണ്ടതും വിക്രം പറയുന്നുണ്ട്, ശരി ഞാൻ പൊക്കോളാം. പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നും പോകുന്നു എന്നേ ഉള്ളൂ. പക്ഷെ നിൻ്റെ അടുത്തേക്ക് വീണ്ടും ഞാൻ വരും. ഞാൻ എൻ്റെ ജീവിത അവസാനം വരെ, എൻ്റെ മരണം വരെ ഞാൻ നിന്നോട് മാപ്പ് ചോദിച്ചുകൊണ്ടേ ഇരിക്കും.